നമോ ബുദ്ധായ. റാൾ സിഗ്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗൈഡൻസ് എന്താ? നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ നോക്കിയിട്ടുണ്ടാവും. അതായത് 2 ദേവിമാരുടെ പിക്ചേഴ്സ് കണ്ടിട്ടാവും നിങ്ങൾ അതിലൊരെണ്ണം സെലക്ട് ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ആ ഒരു പിക്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 2 ഡക്കുകളാണ് ഇവിടെ. ആ ദേവിമാരെ ബേസ് ചെയ്തിട്ടുള്ള 2 ഡക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു ഡക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്കുള്ള മെസ്സേജ് ആ ഒരു ദേവി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഉള്ളിലത്തെ പവർ എന്താണ്, ഇന്നർ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്, അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഡക്കിലൂടെ ആ ഒരു ദേവി ഗൈഡൻസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ദേവി ഏതാണോ ആ ദേവി ഗൈഡൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരുപാട് വ്യക്തികളുടെ എനർജീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ ഇത് ജെൻഡർലെസ് ആണ്. മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി, ഏത് ജെൻഡേഴ്സിലുള്ളവർക്കും ഏത് ഐഡൻറ്റിറ്റിയിലുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴൊക്കെയാണോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ. സോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇനിയും സെലക്ട് ചെയ്യാത്തവരും മെഡിറ്റേഷൻ ആവശ്യമുള്ളവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ മെഡിറ്റേറ്റ് ചെയ്ത്, നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മാത്രം ഏതെങ്കിലും ഒരു പയൽ സെലക്ട് ചെയ്യുക. അത്രയും സൂക്ഷ്മതയോട് കൂടി മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. ഓക്കെ. സോ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പയൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പയൽ വീതം ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് പ്രിൻസസ് മന്ദാരവയാണ്. സെക്കൻഡ് പയൽ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് വന്നിട്ടുള്ളത് ആദിപരാശക്തി, അതായത് ദേവി വജ്രവാരാഹിയാണ്. ഓക്കെ. സോ ഫസ്റ്റ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് മന്ദാരവയും പ്രിൻസസ് മന്ദാരവയും, സെക്കൻഡ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് ദേവി വജ്രവാരാഹിയുമാണ്. ഓക്കെ. സോ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാണ്. വജ്രവാരാഹി ദേവിയുടെ ഹ്യൂമൻ ഫോം, അതായത് മനുഷ്യാവതാരമാണ് പ്രിൻസസ് മന്ദാരവ. അതായത് വജ്രവാരാഹിക്ക് 5 മനുഷ്യാവതാരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് പ്രിൻസസ് മന്ദാരവ എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള സെയ്ജാണ്. ഓക്കെ. സോ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ റീഡിങ്ങിലേക്ക്, ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് പ്രിൻസസ് മന്ദാരവയാണ്. പ്രിൻസസ് മന്ദാരവ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൈഫ് ഓഫ് ഗുരു പത്മസംഭവ, സംടൈംസ് ലവ് ചേഞ്ചസ് ദ കോഴ്സ് ഓഫ് എ ലൈഫ്. ഓക്കെ. സോ ലവ്, അതായത് സ്നേഹത്തിന് ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ഓക്കെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലത്തെ ശക്തി പറയുന്നതിന് മുൻപ് ആദ്യം ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു ഗൈഡൻസ് വെച്ചാൽ, നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷനെ പറ്റിയാണ് പ്രിൻസസ് മന്ദാരവ പറയാൻ പോകുന്നത്. നിലവിലിപ്പം ഒരുപാട് ഫേസ് ഓഫ് ലൈഫിലുള്ള ആൾക്കാർ ഈ ഒരു സന്ദേശം സ്വീകരിക്കുന്നുണ്ടാവും. പ്രിൻസസ് മന്ദാരവയുടെ സന്ദേശത്തിന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക വ്യക്തികളും ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മേഖലകളിൽ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ഭാവങ്ങളിലും പല ഫേസുകളിലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത, അത്രയും സിൻസിയറിറ്റി, ജെനുവിനിറ്റി, അതൊക്കെയും നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കാണിച്ചത് എവിടുന്നാണോ അവിടുന്ന് നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഓക്കെ. മെയിൻലി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു, പറ്റുന്നത്ര നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടും എനർജിയും എല്ലാം നിങ്ങൾ ആ ജോലിക്ക് കൊടുത്തു. ആ വർക്കിന് കൊടുത്തിട്ടും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന മാന്യമായിട്ടുള്ള ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചു, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പലതും, നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ കൊടുത്തു. പക്ഷേ അവിടുന്നും ഒന്നും കിട്ടാതെ ജസ്റ്റ് എന്താ പറയുക, ഒരു കറിവേപ്പിലയെ പോലെ നിങ്ങളെ വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ ഊർജം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിലവില് ഈ ജീവിതത്തില്. തെറ്റായിട്ടുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ജീവിക്കുക, തെറ്റായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിച്ച് ജോലി ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെയധികം കുറഞ്ഞ വേജസും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ റിജക്ഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നിഷ്കളങ്കതയെയും നിങ്ങളുടെ ആത്മാർത്ഥതയെയും പലരും മുതലെടുക്കുന്നുമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ തന്നെയായിരിക്കാം, പാരൻസ് തന്നെയായിരിക്കാം. ബൈ ദ വേ ആരാണെങ്കിലും ശരി ഒരിക്കലും അത് ഇൻ കേസ് നിങ്ങൾക്ക് ജന്മം നൽകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേമേ അവിടെ തെറ്റാണ്. ആക്ച്വലി നിങ്ങളാണ് നിങ്ങളുടെ പാരൻസിനെ പോലും തെരഞ്ഞെടുത്ത് ഈ ഒരു ബർത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അഹങ്കാര രൂപത്തിലല്ല, പക്ഷേ നിങ്ങളുടെ ഒരു റൈറ്റാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുക എന്നുള്ളത്. മറ്റൊരാൾക്കും ഒരു ഉപദ്രവവും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ സേഫ്. ഓക്കെ. അത് മാത്രല്ല ഇത്ര കാലവും നിങ്ങൾ വേണ്ടാത്തൊരു കാര്യത്തിനും അല്ലെങ്കിൽ വേണ്ടാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എനർജി കൊടുത്തു എന്നാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരുപാട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങ് വിട്ടേക്കുക. ഇനിയുള്ള കാര്യമായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. മാത്രമല്ല ഇതിൽ സ്റ്റുഡൻസിൻ്റെ എനർജീസ് കൂടെ വന്നിട്ടുണ്ട്. പലതരം മത്സര പരീക്ഷകൾക്കായാലും അല്ലാതെ ഉള്ള എക്സാമിനേഷൻസ് കാര്യങ്ങൾക്കായാലും നിങ്ങൾക്കും ചെറിയൊരു അപാകത സംഭവിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ എത്രത്തോളം എന്താ പറയുക പഠിക്കണമെന്ന് വിചാരിച്ചിട്ടും അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചിട്ടും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ്സിൽ നിങ്ങൾക്കിത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് കൂടെ ഫേസ് ചെയ്യുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അതുപോലെ സ്പിരിച്വൽ ഫേസിന്ന് വരുന്ന ആൾക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗുരുക്കന്മാരുടെ കാര്യം പറയും. ഇപ്പം പലരും ഒരു സാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അനുയോജ്യമായിട്ടുള്ള ഒരു ഗുരുവിനെ ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ഗുരുവിനെ ലഭിച്ചിട്ടും അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നു. അതും അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് ശരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്പിരിച്വൽ പ്രാക്ടീസിൽ ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും നിങ്ങളൊരു സ്റ്റക്കായി കിടക്കുന്ന ഒരവസ്ഥ. അത് ഏതൊരു വ്യക്തിയാണ് നിങ്ങൾ എല്ലായിടയ്ക്കും ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കുറച്ച് ഭാഗത്ത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് സംഭവിച്ചിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് കിട്ടാതെ നിങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞ ഇതാണ്. പക്ഷേ പ്രിൻസസ് മന്ദാരവ ഇത്രയൊക്കെ നിങ്ങൾക്കത് ഗൈഡൻസ് തന്നിനെങ്കിലും മറ്റൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശക്തിയെ പറ്റിയാണ്. നിങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും തിരിച്ചറിയാത്ത ശക്തിയെ പറ്റിയാണ്. നിങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ശക്തി എന്ന് പറയുമ്പം അതൊരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ പറ്റി അല്ല പറയുന്നത്. പക്ഷേ സൂപ്പർ നാച്ചുറൽ പവറിനെക്കാളും നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്ന ശക്തികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേർക്ക് ആത്മാർത്ഥത കൊടുത്തു. ഒരുപാട് പേർക്ക് നിങ്ങൾ സ്നേഹം കൊടുത്തു. പല സ്ഥലത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് നിന്നു. പക്ഷേ തിരിച്ചു കിട്ടിയത് വെറും കല്ലേറുകൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ സ്നേഹം, ആ ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധത ഇതൊക്കെ തന്നെയാണ് ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികൾ. പലപ്പോഴും ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. ഇതൊക്കെ കാണിച്ചിട്ടും എന്താണ് എനിക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. പലപ്പോഴും നിങ്ങളുടെ ആ ഒരു എനർജീസിനെ നിങ്ങൾ ബലഹീനതയായി പോലും കണ്ടിട്ടുണ്ട്. ആക്ച്വലി അത് നിങ്ങളുടെ ബലഹീനതയല്ല. ഇതൊക്കെയും നിങ്ങളുടെ വലിയ ശക്തികളാണ്. ഇത് നിങ്ങളെ സേവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബാലൻസ് ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പ്രിൻസസ് മന്ദാരവ പറയുന്നത് നിങ്ങളത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. അതായത് അതിനുള്ള വിവേകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ഉണർത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്നാണ് പ്രിൻസസ് മന്ദാരവ നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങളുടെ സ്നേഹം അത് എവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം പ്രിൻസസ് മന്ദാരവ പറയുന്നുണ്ട് ലൈഫിനെ തന്നെ
മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സ്നേഹത്തിന് പറ്റുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിക്കാണ്. അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക, ഫിനാൻസിനോ മണിക്കോ അങ്ങനെ എന്തിനെങ്കിലും ആണ്. പക്ഷേ അതിന് ഒക്കെ നിങ്ങൾ ഈ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ചേഞ്ച് ആവാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ എനർജി കൊണ്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റിമറിച്ച് അവരെ നിങ്ങളുടെ ഇതിൽ കൊണ്ടുവരാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അത് ഏറ്റവും വലിയൊരു എന്താ പറയുക, അത് സംഭവിക്കൂല എന്നല്ല, പക്ഷേ അതെല്ലാം റെയറായിട്ട് മാത്രം നിൽക്കുന്നതാണ്. എന്നാലും അത് നമ്മളോട് അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടെക്നിക്ക് അവിടെ വർക്കൗട്ട് ആവൂ. പക്ഷേ അതല്ലാതെ നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മൂഢതയാണ്. നിങ്ങളുടെ എനർജി വെറുതെ നിങ്ങൾ വേസ്റ്റ് ആക്കുക. ശരിയാണ്, സ്നേഹത്തിന് ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ അതേത് സ്നേഹത്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിനാണ്. അവനവനോടുള്ള ആ ഒരു ആത്മാർത്ഥതയും സെൽഫ് ലവിനും വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കേട്ടില്ല, നിങ്ങളുടെ മനസ്സിനെ കേട്ടില്ല, നിങ്ങളുടെ യഥാർത്ഥ ഇച്ഛയെ കേട്ടില്ല, നിങ്ങളുടെ ആത്മാവിനെ കേട്ടില്ല. ഇതൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളല്ലാതായി മാറിയിട്ടാണ് ഇത്രയും നാളും ജീവിച്ചത്. പല കൺസംഷൻസിൽ, സോ കോൾഡ് ആയിട്ടുള്ള പല കൺസംഷൻസിലും നിങ്ങൾ ഒരുപാട് പല ചിന്തകളുടെ എന്താ പറയുക, ഒരു കാഴ്ചപ്പാടുകളുടെ ഒരു കൂമ്പാരത്തിനും ഒക്കെ നിങ്ങൾ വിധേയമായിട്ട് ജീവിച്ചു പോയി. ആ സമയം നിങ്ങൾ നിങ്ങളുടെ എസൻസ് മനസ്സിലാക്കാൻ മറന്നുപോയി. നിങ്ങളുടെ സെൽഫിന് നീതി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സെൽഫ് ലവ്. നിങ്ങളുടെ സ്നേഹത്തിന് ആ വഴിക്കാണ് നിങ്ങൾ തിരിച്ചുവിടേണ്ടത്. അതുപോലെ നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ വഴിക്ക് വേണം തിരിച്ചുവിടാൻ വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി തിരിച്ചുവിടണം. അതെങ്ങനെ തിരിച്ചുവിടും? ഒന്നാമത് ശരീരത്തോട് കാണിക്കുന്ന, ശരീരത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ആരോഗ്യമാണ്. മനസ്സിനും ആരോഗ്യം കൊടുക്കണം. അതുപോലെ തന്നെ വ്യായാമം കൊടുക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹമുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു എന്താ പറയുക, ത്വര അല്ലെങ്കിൽ ആകാംക്ഷ, ഉത്സാഹം, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഹാപ്പി ആയിരുന്നു, ഇപ്പം അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം എന്ത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഭൂതകാലം വെച്ചിട്ടാണ് നോക്കുന്നത്. പക്ഷെ അത് വെച്ചിട്ട് നോക്കണ്ട. അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി ഒന്നും നിങ്ങൾ ഭൂതകാലം വെച്ച് നോക്കരുത്. ഇപ്പോഴെന്താ ഉള്ളത് അതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇനി എനിക്ക് എന്തങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടയ്ക്കാണ് നിങ്ങളുടെ വിജയം ഉള്ളത്. നിങ്ങൾക്കങ്ങനെ തിരിച്ചു വരാൻ പറ്റും. ആ കഴിവ് നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രിൻസസ് മന്ദാരവ പറയുന്നത്. ഏതൊരു പ്രശ്നത്തിനെയും ഓവർകം ചെയ്ത് തിരിച്ചു വരാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും ഉള്ള ഒരു വ്യക്തി, പക്വതയും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ആ പക്വത തന്നെയാണ് നിങ്ങളുടെ ശക്തി. അത് തന്നെയാണ് പ്രിൻസസ് മന്ദാരവ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഡെഡിക്കേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസിൽ ശരിയായ ഗൈഡൻസോട് കൂടി പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഡെഡിക്കേഷനോട് കൂടി പോയാൽ പലതരത്തിലുള്ള സ്റ്റേജസിലും അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ്റെ ലെവലിൽ വരെ എത്താനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ പോലും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുവാണ്. സംശയിക്കേണ്ട, അത് നിങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. എന്താണ് പ്രിൻസസ് മന്ദാരവ തരുന്ന മറ്റ് ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, 7 ഓഫ് വാൻഡ്സ്, സ്റ്റാർ കാർഡ് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. സ്റ്റാർ കാർഡ് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. സ്റ്റാർ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിതൊരു ഈ ഒരു റീഡിങ്ങിൽ കാണിക്കാൻ പറ്റാത്തൊരു കാർഡാണ്. ഓക്കെ, സോ അത് കാണിക്കുന്നില്ല. സംഘർഷത്തിൻ്റെ കാർഡാണ്. ഇത് റിവേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വേൾഡ് കാർഡും കൂടി ഉണ്ട്. അതും ഇവിടെ കാണിക്കാൻ പറ്റുന്ന കാർഡല്ല. സോ വേൾഡ്, അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസ്, ബോട്ടം ഓഫ് ദ ഡക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ്
പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ. സോ ഇത്രയും കാർഡുകളാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിങ്സ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് പുറത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ പുറത്തല്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഭയങ്കരം ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതൊരിക്കലും നിങ്ങൾ പുറത്തുള്ളവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ മറ്റൊരാളെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങളുടെ സെൽഫിനെ ഉയർത്തി കാണിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ സെൽഫിന് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കണം, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. എന്നെരുതിയിട്ട് മറ്റുള്ളവർക്ക് ഡിസ്കംഫേർട്ട് കൊടുക്കണം എന്നല്ല. നിങ്ങൾ ശരിക്കുമുള്ള സെൽഫ് ലവിലെത്തുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവും. അല്ലാതെ പലരും സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്യുന്നത് സെൽഫിഷ്നെസ് ആണ്. കാരണം പലരുടെയും സെൽഫ് ലവ് സെൽഫിഷ്നെസ് ആവാറുണ്ട്. പക്ഷേ സെൽഫിഷ്നെസ് വേറെയാണ്, സെൽഫ് ലവ് വേറെയാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് വന്നിട്ടുള്ളത് റിവേഴ്സ്ഡ് ആയിട്ടാണ് സ്റ്റാർ കാർഡ് ആദ്യം വന്നത്. സോ സ്റ്റാർ ആണ്. അത് റിവേഴ്സ്ഡ് ആയിട്ടായിരുന്നു നിങ്ങൾക്ക് ആദ്യം വന്നത്. അപ്പോൾ സ്റ്റാർ കാർഡ് റിവേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലാക്ക് ഓഫ് ഹീലിംഗ് ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഇതും നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങളുടെ ഉള്ളിലത്തെ ഒരു പവറിനെ പറ്റി ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് പവർ ഉണ്ട്. നിങ്ങളുടെ സെൽഫിനെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാതെ നിങ്ങളിങ്ങനെ മറ്റുള്ള ചിന്തകളിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മന്ദാരാവാദേവി പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഹീലിംഗ് പവർ ഉണ്ട്. ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ ഹീലിംഗ് പവറും ഉണ്ട്. എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ളതും സ്വയം ഹീൽ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങളുടെ മാത്രം പരാജയമാണ്. അതുപോലെ 5 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഓവർ തിങ്കിങ് ഉണ്ട്. നല്ല ഇമാജിനേഷൻ സ്കില്ലും അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു പടുകുഴിയിൽ നിങ്ങൾ വീഴാറുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്ത് വരേണ്ട ഒരു ടൈമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും സ്വന്തം ഇന്നർ വേൾഡിലേക്ക് നോക്കുന്നില്ല. ഇന്നർ വേൾഡിൽ, അതായത് അവനവൻ എന്ത് വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വന്തം ലൈഫ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. നിങ്ങളുടെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക്, ആ ഒരു സൊല്യൂഷൻസിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പകുതി എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പോലും നിങ്ങൾ അതിൽ പകുതി എത്തിയത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വന്തം ഇന്നർ വേൾഡിൽ നോക്കണം. സ്വന്തം ഇന്നർ ഡീമൺസിനെ ഫേസ് ചെയ്യണം. ഇന്നർ ഡീമൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അസുരന്മാരല്ല, പകരം നിങ്ങളെ പിന്നോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ ഇനിയും ഫേസ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ വളരെയധികം നിരീക്ഷണ ശക്തിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അതിനെ നിരീക്ഷിച്ചേ പറ്റൂ. അതുപോലെ വേൾഡ് കാർഡ് പറഞ്ഞത് ബാലൻസിങ് ആണ്. ബാലൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അമിതമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. സോ അതായത് പല ഗുണങ്ങളും, പക്ഷേ അത് തെറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് പലപ്പോഴും പോകുന്നു ബാലൻസ് ഇല്ലാതെ. അതുകൊണ്ട് അതിനൊരു ബാലൻസിങ് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് വേൾഡ് കാർഡ് നിങ്ങളോട് പറയുന്നത്. അതായത് അതിനൊരു ബാലൻസ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം? സ്വന്തം ഇപ്പം അനുകമ്പ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അനുകമ്പയുടെ കൂടെ തന്നെ ജ്ഞാനവും ഉണ്ടാവണം. ജ്ഞാനമില്ലാത്ത അനുകമ്പ എന്ന് പറയുന്നത് അത് മൂഢതയാണ്. അതേസമയം അനുകമ്പയില്ലാത്ത ജ്ഞാനം എന്ന് പറയുന്നത് അത് തിന്മയും ആകുന്നു. അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെക്കൊണ്ട് പറ്റണം. ഇനി ഏസ് ഓഫ് വാൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. വളരെയധികം ഹോപ്പ് ചെയ്യാവുന്ന ഒരു ലൈഫ് തന്നെയാണ് നിങ്ങളുടേത്. അല്ലാതെ നിങ്ങളുടെ ലൈഫ് എവിടെയും തകർന്നു പോയിട്ടില്ല. ഇപ്പം നിങ്ങൾ ഒരുപാട് നഷ്ടങ്ങളും സ്റ്റക്സും ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ റെസ്റ്റ്ലെസ്നെസ് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. പക്ഷേ വളരെയധികം പ്രതീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഉണ്ടായിരിക്കണം. ആ പ്രതീക്ഷ നിങ്ങളുടെ മുകളിലും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മുകളിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജിയുടെ മുകളിൽ, യൂണിവേഴ്സ്, ജീസസ്,
ഗണേശ, ബുദ്ധ, ബോധിസത്വ, UFO ഏത് എനർജീസിലാണോ ആ എനർജീസിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. സോ ഇത് നിങ്ങളുടെ ബോട്ടം ഓഫ് ദ ഡെക്കാണ്. അതായത് നിങ്ങളുടെ പരിശ്രമത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും, കാരണം നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളെ അനുഭവിക്കത്തുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നത് അവർ തന്നെ അനുഭവിക്കും. പക്ഷേ നിങ്ങളിപ്പം നിങ്ങളുടെ സെൽഫിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഇൻസെക്യൂർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ അത് മാറി വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചെത്തണം എന്നാണ് പ്രിൻസസ് മന്ദാരവ പറയുന്നത്. ഓക്കെ. സോ നമുക്ക് ബോധിസത്വന്മാരുടെ കയ്യിൽ നിന്നുള്ള മറ്റുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. വേറെ ഏതെങ്കിലും ബോധിസത്വന്മാർ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. കുബേരൻ, അമോഘസിദ്ധി, രണ്ടും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബോധിസത്വന്മാരാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അക്ഷോഭ്യ ബുദ്ധനും വന്നിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ ബോധിസത്വന്മാരാണ് രണ്ടുപേരും വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ അമോഘസിദ്ധിയും അതുപോലെ തന്നെ കുബേരനും. സോ കുബേരൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറ്റേൺ ഓഫ് ദ ആർട്സ്, ക്രിയേറ്റർ ഓഫ് അബൻഡൻസ്, ബി എ ക്രിയേറ്റർ ഓഫ് അബൻഡൻസ്. നിങ്ങളുടെ അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ ഇത്രയും പണം ക്രിയേറ്റ് ചെയ്യുക? പണം മാത്രമല്ല അബൻഡൻസ്. അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഈസ് ആൻ അബൻഡൻസ്. അതുപോലെ ഇന്നർ പീസ് ഈസ് ആൻ അബൻഡൻസ്. നിങ്ങളുടെ ഉള്ളിലെ സമാധാനവും ആരോഗ്യവും എല്ലാം അബൻഡൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അബൻഡൻസ്, അവിടെ അബൻഡൻസ് നിറഞ്ഞാൽ മാത്രമേ അത് പുറത്തുണ്ടാവത്തുള്ളൂ. അതാ മുൻപ് പറഞ്ഞത് ഇന്നർ വേൾഡിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ അബൻഡൻസിനെ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഉള്ളിലാണ്, അല്ലാതെ പുറത്തല്ല. ഓക്കെ. പ്രശ്നങ്ങളുടെ ബ്രാഞ്ച് അല്ല വെട്ടിയിട്ട് കാര്യം. ബ്രാഞ്ച് വെട്ടിക്കഴിഞ്ഞാൽ, ചില്ല വെട്ടി മുറിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും അത് കിളിർത്ത് വരും. അതേസമയം അത് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ വേരോടെ പിഴുതെടുത്തെറിയുമ്പോഴാണ് ആ ഒരു സഫറിങ്സ് അവിടെ അവസാനിക്കുന്നത്. ഇത് എൻ്റെ വാക്കല്ല, ഗുരു മാജിക് ലാബ്ഡ്രോണിൻ്റെ വാക്കാണ്. അത് ഗുരു ഡമരു യോഗിനി ലോകത്തിന് നൽകിയ വാക്കാണ്. സോ അമോഘസിദ്ധി വന്നിട്ടുണ്ട്. അമോഘസിദ്ധി, ബുദ്ധ ഗാർഡിയൻ ഓഫ് ദ നോർത്ത് ഡയറക്ഷൻ, കൾട്ടിവേറ്റിംഗ് എ വെൽ റൗണ്ടഡ് പേഴ്സണാലിറ്റി ബ്രിങ്സ് ഫിയർലെസ്നെസ്. അതായത് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഫിയേഴ്സും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും എന്താ പറയുക, ആ ഒരു ഭയത്തിൽ, അല്ലെങ്കിൽ എനിക്കതില്ല എനിക്കിതില്ല എന്ന് കരുതി അങ്ങനെയുള്ളൊരു ചിന്തയിലോ അല്ലെങ്കിൽ എൻവിയിലോ അസൂയ അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും നിന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ബഹുമാനിക്കണം. ഇപ്പം നിങ്ങളിലൊരു കാര്യം ആബ്സെൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിലുള്ള കാര്യത്തിൽ നിങ്ങൾ നന്ദി പറയുമ്പം ആ ആബ്സെൻ്റ് ആയ ഗുണം പോലും വന്നു ചേരുന്നതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അതേ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അമോഘസിദ്ധി ബുദ്ധൻ. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൽഫിന് നല്ലത് മാത്രം കൊടുത്തു തുടങ്ങുക. ഒരമ്മ എങ്ങനെയാണോ തൻ്റെ മക്കൾക്ക് നല്ലത് മാത്രം കണ്ടുപിടിച്ചിട്ട് ഫീഡ് ചെയ്യുന്നത്, അതുപോലെ. സോ നെക്സ്റ്റ് ബുദ്ധ എന്ന് പറയുന്നത് ബുദ്ധ അമോഘസിദ്ധിയാണ്. ബുദ്ധ അക്ഷോഭ്യയാണ്. അക്ഷോഭ്യ ബുദ്ധൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് പറഞ്ഞ തന്നെ ഇമോഷണലി ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ദേഷ്യത്തിന് ദേഷ്യം, കരച്ചലിന് കരച്ചൽ, സന്തോഷത്തിന് സന്തോഷം, ഇതെല്ലാം അമിതമായിട്ട് നിങ്ങളിലുണ്ട്. പക്ഷെ അത് നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫോക്കസ് ഒബ്സർവേഷൻ ഇലുമിനേറ്റ്സ് ദ ട്രൂത്ത്. അതായത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ വർദ്ധിപ്പിക്കണം. സത്യത്തിനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷൻസിൻ്റെ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രൂത്തിനെ കണ്ടെത്താൻ പറ്റില്ല. അതേസമയം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയോടെയും അത്രയധികം പക്വതയോടെയും മാത്രം കാര്യങ്ങളെ സമീപിക്കാനാണ് അക്ഷോഭ്യ ബുദ്ധൻ പറയുന്നത്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇമോഷൻസിനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുകയല്ല വേണ്ട, പകരം അതിനെ വേണ്ട സ്ഥലത്ത് മാത്രം എടുക്കുന്ന ഒരു ടൂളാക്കി മാറ്റണം. നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ ടൂളാക്കി മാറ്റുക വേണ്ടത്, എവേക്കനിങ്ങിലേക്കുള്ള ടൂളാക്കി മാറ്റുക. അല്ലാതെ അതിനെ ഇല്ലാതാക്കാൻ അങ്ങനത്തെ രീതിയിൽ പെരുമാറിയിട്ട് കാര്യമില്ല. ഓക്കെ.
സോ നിങ്ങൾ ഈ നെഗറ്റീവ് ഇമോഷൻസിന് എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് ദേഷ്യം വന്നു, ദേഷ്യം ഒരിക്കലും മോശമാണ്, ഒരു ശത്രുവാണെന്ന് എവിടെയും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് അതിനെ പ്രയോഗിക്കാൻ പറ്റാത്ത ആ ഒരു അജ്ഞതയാണ് ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കേണ്ടത്. ചില സമയത്ത് അജ്ഞത ഒരിക്കലും ശത്രുവാകുന്നില്ല. അജ്ഞതയും ഒരു ടൂളായി മാറും. കാരണം അറിയേണ്ട കാര്യങ്ങളെ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാത്ത കാര്യങ്ങൾ വെറുതെ അറിഞ്ഞു വെച്ചിട്ട് ഒരു എക്സ്പ്ലോഷൻ്റെ ആവശ്യം യാതൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളിനി എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ. സോ തന്ത്ര, തപസ്, പോലെ ബുദ്ധി. തന്ത്ര, ബുദ്ധി, തപസ്. മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. തന്ത്ര മീൻസ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കമ്പാഷൻ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപ് പറഞ്ഞ നിങ്ങളുടെ ശക്തി ആയാലും, നിങ്ങളുടെ അറിവിനെയും ജ്ഞാനത്തെയും കൂട്ടി ഇതിനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഫെമിനിറ്റി എന്ന് പറയുന്നത് ജ്ഞാനമാണെങ്കിൽ അനുകമ്പയാണ് മസ്കുലിനിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപ് പറഞ്ഞ ശക്തികൾ. സോ ഈ മസ്കുലിനിറ്റിയെ നിങ്ങളുടെ ജ്ഞാനമാകുന്ന ഫെമിനിറ്റി കൊണ്ട് എന്ത് ചെയ്യുക, അതിനെ ബാലൻസ് ചെയ്യിക്കുക. ഓക്കെ. സോ മസ്കുലിൻ ഫെമിനിൻ എനർജി എന്ന് വെച്ചാൽ ഇതാണ്, അല്ലാതെ അത് ബയോളജിക്കലി ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ. ഇപ്പം ശിവൻ അനുകമ്പയാണെങ്കിൽ ആ ശിവൻ്റെ പ്രജ്ഞ, അതായത് ജ്ഞാനമാണ് പാർവതി ദേവി എന്ന് പറയുന്നത് പോലെ ശിവനും ശിവയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബുദ്ധി, നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ധ്യാനം, യോഗ പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുക, സാധന പരിശീലിക്കുക. അതുപോലെ ഏത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ചേരുന്ന സാധന മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഉപാസിക്കുക. ഓക്കെ. സോ തപസ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിന്നിട്ട് മാത്രം മറ്റാർക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും വശമ്മതമായി പോകാതെ അവനവൻ്റെ ഇച്ഛക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ മാത്രം നിൽക്കുക. ഇതുവരെ നിങ്ങൾക്ക് അതിന് നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് മുമ്പത്തെ ഭൂതകാലം മുഴുവൻ നിങ്ങൾ മായ്ച്ചു കളഞ്ഞേക്ക്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുള്ളത്, അത് ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോവുക. യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്തിട്ടും ബ്യൂട്ടിഫുൾ ആക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് പറ്റും. ഓക്കെ. സോ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പക്ഷേ എനിക്ക് വേറൊരു ഷഫിളും കൂടെ ഇവിടെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇതിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അവരവരുടെ ഇഷ്ടദേവതയെ കണ്ടെത്താനൊരു ഇതുണ്ടായിരിക്കും. അതിനെപ്പറ്റി ഒരു റീഡിങ് ഞാൻ വീണ്ടും ഞാൻ അതേപ്പറ്റി ഒരു റീഡിങ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടദേവതയെ കണ്ടെത്താനുള്ള റീഡിങ് വീണ്ടും ചെയ്യാം. എന്നാൽ ഇവിടെ ഏതോ ഒരു എനർജിക്ക് അത് അറിയണം എന്നുള്ളൊരു ഫീല് പോലെ തോന്നി. നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ദേവത ഏതാന്ന്, ആ ദേവതയെ ജസ്റ്റ് ഈ ഒരു കാർഡിലൂടെ ആ ദേവതക്ക് വരാനുള്ളൊരു സമയമായിട്ടുണ്ട്. അത് ഷഫിൾ ചെയ്തെടുക്കുവാണ്. അയ്യപ്പനാണ് വന്നിട്ടുള്ളത്. ഗുരു പദംബസാഖ്യ എന്ന് പറയുന്ന അയ്യപ്പനാണ്, അഥവാ ശാസ്താവാണ്. മറ്റു ചിലർക്ക് വെച്ച് നോക്കുമ്പം പടംബസാഖ്യ തന്നെയാണ്, അതായത് ഈ ഒരു രൂപത്തിൽ തന്നെയാണ്, മഹാസിദ്ധൻ്റെ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾ അയ്യപ്പനെ ആരാധിക്കേണ്ടത്. ടിബറ്റൻ ബുദ്ധിസത്തിലും അയ്യപ്പൻ്റെ ആ ഒരു ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ ശിഷ്യനായിട്ടുള്ള പരമബുദ്ധനായിട്ട് ഇദ്ദേഹത്തെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതേ അയ്യപ്പൻ തന്നെ മഹാചീനാചാരം അനുഷ്ഠിക്കുന്ന രൂപത്തിലും ഈ ഒരു പടംബസാഖ്യ കാണാറുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഇഷ്ടദേവതയായിട്ട് ഒരു ഗുരുമൂർത്തിയെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മേ ബി ദക്ഷിണാമൂർത്തിയായ ശിവൻ തന്നെ ആയിരിക്കാം. ഗുരുഭാവത്തിൽ നിൽക്കുന്ന മൂർത്തി തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടദേവതയായിട്ട് പറയുന്നത്. മറ്റൊരു കൂട്ടർക്ക് വരുന്നത് അവലോകിതേശ്വരനാണ്. നിങ്ങൾക്ക് അവലോകിതേശ്വരനാണ് വന്നിട്ടുള്ളത്. 8ാം അവലോകിതേശ്വരനാണ് നിങ്ങളുടെ ഇഷ്ടദേവത, അല്ലെങ്കിൽ നാരായണൻ. ഓക്കെ. സോ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ. സോ നെക്സ്റ്റ് സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്ക് വന്നിട്ടുള്ള റീഡിംഗ് ആണിത്. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് ശ്രീ വജ്രവാരാഹിയാണ്, വജ്രയോഗിനിയാണ് വന്നിട്ടുള്ളത്. വജ്രവാരാഹി. ഓക്കെ.
വജ്രവാരാഹി കാർഡ് വന്നവരോട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ, ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ എനർജിയും സ്പിരിച്വൽ ആണ്. അതുപോലെ തന്നെ വജ്രവാരാഹി ഗൈഡിങ് ദ ഡെഡ് സേഫ്ലി ത്രൂ ദ ബാർഡോ, ഡെത്ത് ഈസ് ഓൺലി എ ഡോർ, ചൂസ് ദ ഡോർ ലീഡിങ് ടു ദ ലൈറ്റ് എന്നാണ് വജ്രവാരാഹി പറയുന്നത്. സോ ഇവിടെ വജ്രവാരാഹിയുടെ രൂപം ഈ കാർഡിൽ കാണുന്നത് പോവ പ്രാക്ടീസിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. പോവ പ്രാക്ടീസ് എന്ന് പറയുന്നത് മരണത്തെ കൺട്രോൾ ചെയ്യാനുള്ള ടിബറ്റൻ യോഗ വിദ്യയാണ് പോവ പ്രാക്ടീസ്. അപ്പോൾ ആ ഒരു യോഗ വിദ്യയിൽ പറയുന്ന വജ്രവാരാഹിയെയാണ് നിങ്ങൾക്കിവിടെ കാർഡിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ വജ്രവാരാഹി ഇവിടെ വന്നതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊട്ടുമിക്ക ആളുകളുടെ എനർജിയും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് സ്പിരിച്വൽ രീതിയിൽ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള യോഗാഭ്യാസങ്ങൾ, തന്ത്രവിദ്യകൾ, അങ്ങനെ പലതും പരിശീലിച്ച് പോവാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഹീലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജർ ആയിരിക്കാം, ടാരറ്റ് റീഡർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധന ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്രോപാസന അഭ്യസിക്കുന്ന വ്യക്തിയായിരിക്കാം, വജ്രയാനത്തിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം, അതുപോലെ വാരാഹി ദേവിയുമായിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ എനർജീസാണ് ഇതിൽ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് നിങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നിഗൂഢതകളെയും ഒരുപാട് അറിവുകളെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. കൂടുതൽ കാര്യം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, അതുപോലെ വിവിധ തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ഇപ്പോൾ തന്ത്രശാസ്ത്രങ്ങളായിക്കോട്ടെ, തർക്കശാസ്ത്രങ്ങളായിക്കോട്ടെ, ആഗമ നിഗമ നിയമങ്ങളായിക്കോട്ടെ, എല്ലാം മനസ്സിലാക്കി പഠിച്ച് അതിൽ തന്നെ മുന്നോട്ടേക്ക് പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ വജ്രവാരാഹി ദേവി പറയുന്നത്. അതുപോലെ തന്നെ ലൈഫിൻ്റെ ഒരു ഇതൊക്കെ എന്താ പറയുക, ചെറിയ പ്രായത്തിലേ സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാരുടെ എനർജി പോലും ഈ ഒരു ടാരറ്റ് റീഡിങ്ങിൽ, ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുണ്ട്, ഈ ഒരു പൈൽ ചൂസ് ചെയ്തതിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ചെറിയ കുട്ടിക്കാലം മുതലേ ആ ഒരു സ്പിരിച്വൽ രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാരുടെ എനർജി പോലും ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു സെയിൻ്റായിട്ട് മുന്നോട്ട് പോകണം, ആ ഒരു മെൻറ്റാലിറ്റി വരെ എത്തിയ ആൾക്കാരെ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തി, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അതിലെത്തിയിട്ടുണ്ട്, നിങ്ങൾ അവേക്കൻഡായി എന്നൊരു ബോധ്യം നിങ്ങൾക്ക് വന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് വളരെയധികം ശരിയാണ്. മാത്രമല്ല നിങ്ങൾ ആ ഫയറിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഒരുപാട് പേരെ നിങ്ങളെ ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടും ഇന്നെന്താ വലിച്ചത്, അല്ലെങ്കിൽ ഇന്ന് മരുന്നൊന്നും കഴിച്ചില്ലേ, അല്ലെങ്കിൽ ഇന്ന് ഏത് ബ്രാൻഡാണ് അടിച്ചത്, അങ്ങനെയൊക്കെയും ചോദിച്ചിട്ട് നിങ്ങളെ കളിയാക്കുന്ന കൂട്ടർ വരെ നിങ്ങൾക്ക് ചുറ്റുപാടും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അറിയാത്തവർ നിങ്ങളെ ഒരുപാട് അടിച്ചമർത്തുന്നുണ്ടാവാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ലൈഫുകൾ അവർ കാണുമ്പോൾ അത് അവർക്ക് വെറും ഒരു കെട്ടുകഥയായിട്ട് മാത്രമേ തോന്നൂ. പക്ഷേ ഇതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ വിഷമിച്ച് പോയ എനർജീസ് വരെ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അങ്ങനെയുള്ള എനർജീസിനെ അവർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസിൽ ഒരു സൈന് നിങ്ങൾക്ക് കിട്ടി വരുമ്പം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാർ, ചിലപ്പം ഇൻ കേസ് നിങ്ങളുടെ മെൻറ്റേഴ്സ് പോലും ചിലപ്പം നിങ്ങളെ അങ്ങനെ എന്തിലെങ്കിലും പറഞ്ഞ് വിലക്കി അങ്ങനെ നിരുത്സാഹപ്പെടുന്നവർ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്കാം ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ അടുത്ത് എത്തിയ വ്യക്തി കൂടി ഇതിനകത്തുണ്ട്. അതായത് സ്കാം ആയിട്ടുള്ള ആൾക്കാരെടുക്ക നിൽക്കുന്ന ആൾക്കാർ വരെ ഈ ഒരു ടാരറ്റ് റീഡിങ്ങിലുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലത്തെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. യു ആർ അവേക്കൺഡ് പേഴ്സൺ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് തന്നെ പോവുക വേണ്ട. ബിക്കോസ് നിങ്ങളൊരു ചോസൺ വൺ ആയിട്ടാണ് വജ്രവാരാഹി പറയുന്നത്. വളരെയധികം സെലക്ട് ചെയ്യപ്പെട്ട, ഇപ്പം പറയല്ലോ ദേവിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തികൾ എന്ന് പറയില്ല, അതിലുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ.
ചിലപ്പം നിങ്ങൾക്ക് ആ ഫയർ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇനിയെങ്കിലും ആ ഫയർ തിരിച്ചറിയുക. ആ ഫയർ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ. സോ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് 3 ഓഫ് വാൻഡ്സ് ആണ്. സെക്കൻഡ് വന്നിട്ടുള്ള കാർഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 ഓഫ് സോഡ്സ് ആണ്. തേർഡ് കാർഡ് വന്നിട്ടുള്ളത് ജസ്റ്റിസ് കാർഡാണ്. ഓക്കെ, ജസ്റ്റിസ്. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ന്യൂഡ് ഫിഗേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് കാണിക്കാൻ പറ്റില്ല. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതേപോലെ 9 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. ഫുൾഫിൽമെൻറ്റ് കാർഡാണ്, അതും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യുന്നുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാൻ ഫീൽ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് ഷഫിൾ ചെയ്യുവാണ്. ഹാർഡ് വർക്കിംഗ് കാർഡ്, ബോട്ടം ഓഫ് ദ ഡക്ക്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡക്കിൻ്റെ ആ ഒരു കേസിൽ നേരത്തെ നോക്കിയ സമയത്ത് ഡെവിൽ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അതും കണക്കിലെടുക്കാൻ പറ്റുന്നൊരു കാർഡാണ്. പക്ഷെ പെട്ടെന്ന് എന്ത് സംബന്ധിച്ച് വെച്ചാൽ അതിനകത്ത് ന്യൂഡ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഷഫിൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡക്കിൽ ഡെവിൽ കാർഡാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ന്യൂഡ് ഫിഗേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. ക്വീൻ ഓഫ് പെൻഡക്കിൾസിനെയും എടുക്കാൻ തോന്നുന്നു. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ 2 ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളൊരു റീഡിംഗ് ആയത്. അതായത് ഇവിടെ മെയിൻലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റേജിൽ എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നറിയാതെ, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നറിയാതെ നിങ്ങളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ നല്ലൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഒരു നല്ലൊരു സ്റ്റുഡൻറ്റിന് മാത്രമേ സ്പിരിച്വൽ ഡയറക്ഷനിലാണെങ്കിൽ പോലും മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ആ ഒരു കപ്പാസിറ്റി, ആ ഒരു സ്പിരിച്വൽ മാർഗത്ത് പോകാൻ പറ്റുന്ന ആ ഒരു കഴിവ്, അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്റ്റുഡൻറ്റിനെ, ഉള്ളിലുള്ള ഇന്നർ സ്റ്റുഡൻറ്റിനെ നിങ്ങൾ എൻഹാൻസ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ മുൻപോട്ടേക്ക് തന്നെ സഞ്ചരിക്കുക. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ സയൻസ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നോ ആ സയൻസൊക്കെയും മനസ്സിലാക്കി അതിൻ്റെ കൃത്യം അർത്ഥങ്ങൾ ഗ്രഹിച്ച്, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളോ മറ്റോ നോക്കുന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന അർത്ഥങ്ങൾ അപ്പാടെ എടുത്ത് ഉപയോഗിക്കാതെ അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ, ഇപ്പം ശത്രു എന്ന് പറയുന്ന ആ ഒരു വാക്കിന് അതിന് വിവിധ അർത്ഥങ്ങൾ ഉണ്ടാവും. സോ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ നിങ്ങൾ ഗ്രഹിച്ചെടുത്ത് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ. അതായത് നിങ്ങൾ അത്രയും ഷാർപ്പായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല ട്രിഗറിങ്സ് ഒരുപാട് ഉണ്ടാവുന്ന ഒരു പാത തന്നെയാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ സ്പിരിച്വൽ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക, അവിടെ പുഷ്പങ്ങൾ മാത്രം വീണിട്ടുള്ള ഒരു വലിയൊരു വഴിയാന്ന് വിചാരിച്ചത് തെറ്റി. അവിടെ ഇഷ്ടം പോലെ ട്രിഗറിങ്സ് ഉണ്ടാവും. മാത്രമല്ല നിങ്ങളിപ്പോഴും ട്രിഗറിങ്സ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു ട്വിൻ ഫ്ലെയിം ജേണി വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരുടെയും ട്വിൻ ഫ്ലെയിം ജേണി ഇവിടെ വന്നിട്ടുണ്ട്. സോ അത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പറയാന്ന്, നിങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ട്രിഗറിങ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എലമെൻറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ട്രിഗറിങ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ചിലപ്പം നിങ്ങൾ മുമ്പുള്ള നിങ്ങളുടെ മുൻപത്തെ ധാരണ പോലും ഇടിച്ചു നിരത്തി നിങ്ങളെ സത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുവാണ് ആക്ച്വലി. ആ ഒരു ധാരണകളെ പോലും ഇല്ലാതാക്കിയിട്ട്, അല്ലാതെ നിങ്ങളെ ഇവിടെ എന്താ പറയുക, തെറ്റായിട്ടുള്ള കംഫർട്ട് സോണിൽ നിന്നും യഥാർത്ഥ ഒരു കംഫർട്ട്നെസ്സിലേക്ക് ആക്ച്വലി കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫിന് വേണ്ടി, ഇത് ഹാർഡ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധ്യാനം, ജപം, മന്ത്രം ഇതൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും എടുക്കുക. മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാർഗ്ഗങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരിക്കും. ഒരുപാട് മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ദേവത അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ജപവിധി, ധ്യാനവിധി അല്ലെങ്കിൽ സ്പിരിച്വൽ മെത്തേഡ്സ്, സ്വിച്ച് വേർഡ്സ്, ഏലിയൻ പ്രാക്ടീസ് അതിൽ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓക്കെ. നിങ്ങൾക്ക് സ്യൂട്ടാവുന്നതിൽ മാത്രം സ്റ്റിക്കായിട്ട് നിങ്ങൾ മുൻപിലേക്ക് പോവുകയാണ് വേണ്ടത്. അങ്ങനെ ബാലൻസ്ഡ് ആയി നിങ്ങൾ പോവുക. മാത്രമല്ല ഇതിൽ ട്വിൻ ഫ്ലെയിം എനർജീസിൻ്റെ വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള റിയൂണിയൻ അല്ലെങ്കിൽ ആ യൂണിയൻ നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈവാഹിക ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചെന്നും അത് നടക്കുന്നും ഈ ഒരു റീഡിങ്ങിലൂടെ പറയുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്കൊരു ജസ്റ്റിസ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ആദ്യം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് ഒരുപാട് വേല് നിങ്ങൾ സഞ്ചരിച്ച് തട്ടിമുട്ടി സ്കാറായി, അങ്ങനെയായി ഇങ്ങനെയായി മുറിവുകൾ വന്ന് അങ്ങനെയൊക്കെ പോയി. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് കരുതിയ ആ ഒരു ജസ്റ്റിസിനെ പറ്റി നിങ്ങൾ മറന്നിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ഉണ്ട്. ആ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും. കാരണം സ്പിരിച്വൽ പാതയിൽ പോകുന്നത് വെച്ചാൽ നമ്മളെല്ലാം ഇട്ടെറിയുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു പ്യുവർ സെൽഫ് അവിടെ വരുന്നുണ്ട്. അതായത് റോങ് ആയിട്ടുള്ള സെൽഫ്, സെൽഫിഷ്നെസ്സിൻ്റെ സെൽഫ് അല്ല. പക്ഷെ വിശുദ്ധ ആത്മ എന്ന് പറയുന്ന ഒരു ആത്മനുണ്ട്. അതായത് വിശുദ്ധ അഹം. അഹം പലതരത്തിലുണ്ട്. അതായത് ഞാനെന്ന് പറയുന്ന ഭാവം പലതരത്തിലുണ്ട്. അതായത് അതിൽ ദൈവീകമായിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള അഹം. ആ അഹം ഡിസേർവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെത്തും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെയുള്ളത് ക്വീൻ ഓഫ് പെന്റക്കിൾസ്. ഇതും പിന്നെ ഡെവിൽ കാർഡും എടുക്കുവാണ്. ഓക്കെ. ഇതും ഡെവിൽ കാർഡും എടുക്കുന്നുണ്ട്. ഡെവിൽ കാർഡ് നിങ്ങൾക്കുള്ളൊരു വാർണിംഗ് കൂടിയാണ്. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്ന പലരും ആ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ വ്യക്തിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ദ്രവ്യങ്ങളിൽ അങ്ങനെ പലതിലും നിങ്ങൾ അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ചിലർ ഇവിടെ ഉപാസനയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു പുല വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ വാലായ്മ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിളക്കില്ല, എണ്ണയില്ല, അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കയ്യിൽ പൂക്കളില്ല, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെ ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം സെക്ഷുവൽ ആയിട്ടുള്ള ഇതിലേക്ക് പോയാലോ അങ്ങനെ എന്തിലെങ്കിലും നിങ്ങൾ പോയിനെങ്കിൽ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിവൈനുമായിട്ട് അടുക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പീരീഡ്സ് വരുമ്പോൾ നിങ്ങൾ ഡിവൈനിൽ അടുക്കാതിരിക്കുന്ന അവസ്ഥ. ആക്ച്വലി ഈ അവസ്ഥ വളരെയധികം തെറ്റാണ്. നിങ്ങളുടെ ഡിവൈനിനെ നിങ്ങൾ ഒരിക്കലും ഒരു സിറ്റുവേഷനിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഡിവൈൻ എന്ന് പറയുന്നത് അതാ, നിങ്ങളുടെ എല്ലാ അവസ്ഥയിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ദൈവിക ഊർജ്ജം എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിലും ദൈവികതയുണ്ട്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു. ശരിക്കും നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്തി നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതാണ് ദൈവീകത. അല്ലാതെ നീ തെറ്റ് ചെയ്തില്ലേ, ഇനി നീ എൻ്റെ അടുക്ക വരണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ദൈവീകതയല്ല. ഓക്കെ. സോ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ അറ്റാച്ച്ഡ് ആയിട്ട് സ്വയം നിങ്ങളെ പ്രശ്നങ്ങൾ, വ്യക്തികൾ, സമയം, ദ്രവ്യം ഇതിലൊന്നും അറ്റാച്ച്ഡ് ആവാതെ നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കേണ്ട സമയമാണ്. അത് സഞ്ചരിക്കുക. യെസ്, യഥാർത്ഥ ഡിവൈൻ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കുക. ഒന്നും സെർച്ച് ചെയ്യണ്ട, ഉള്ളിൽ നോക്കിയാൽ മതി. കേട്ടോ? സോ ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ഇഷ്ടദേവതയെ തിരിച്ചറിഞ്ഞവരാണ്. പക്ഷെ അങ്ങനെ തിരിച്ചറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഷഫിളാണിത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടദേവതയുടെ, അതായത് നിങ്ങൾ ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഫിൾ നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ട്. ഓക്കെ. സോ നിങ്ങൾ തിരിച്ചറിയാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ. വിഷ്ണുവാണ് നിങ്ങളുടെ ഇഷ്ടദേവതയായി കാണുന്നത്. അതുപോലെ ചിലർക്ക് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
രാഹു ബോധിസത്വം വന്നിട്ടുണ്ട്. രാഹു ബോധിസത്വം വന്നത് നവഗ്രഹങ്ങളിലുള്ള രാഹു തന്നെയാണ്. പക്ഷേ രാഹുവിനെ ഇഷ്ടദേവതയായിട്ട് കാണുന്നവരും ഉണ്ടായിരിക്കാം. പിന്നെ ബുദ്ധിസത്തിലാണെങ്കിൽ രാഹുവിനെ മെഡിറ്റേഷണൽ ഡേറ്റിയായി കാണുന്നവരും ഉണ്ട്. അതേസമയം രാഹു ഒരു ധർമ്മ പ്രൊട്ടക്ടർ കൂടിയാണ് ബുദ്ധിസത്തില്, വജ്രയാനത്തിലല്ല. ഓക്കെ, ഒരു ബോധിസത്വം തന്നെയാണ്. പക്ഷേ രാഹു വന്നതുകൊണ്ട് അവിടെ വേറൊരു അർത്ഥമുണ്ട്. എന്താ പറയുക, രാഹു വന്നതുകൊണ്ട് അവിടെ വജ്രവാരാഹി ഇഷ്ടദേവത, അല്ലെങ്കിൽ വാരാഹി, അതും അല്ലെങ്കിൽ ദുർഗാദേവി, അല്ലെങ്കിൽ കാലഭൈരവൻ, ദശമഹാവിദ്യകളിലാണെങ്കിൽ ചിന്നമസ്ത, അങ്ങനെ രേണുകാദേവി, അങ്ങനെയുള്ള ഇഷ്ടദേവതകളെ കൂടി രാഹു ബോധിസത്വന്റെ കാർഡ് പറയുന്നുണ്ട്. ഓക്കെ, ചിലർക്ക് വന്നിട്ടുള്ളത് വജ്രകീലയനാണ്, അതായത് ശിവശക്തി തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടദേവത, അല്ലെങ്കിൽ ഇതേ വജ്രകീലയ മൂർത്തിയെ നിങ്ങൾ ഇഷ്ടദേവതയായിട്ട് ആരാധിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബോധിസത്വന്മാരെടുക്കുന്ന എല്ലാവർക്കും, ഇനി എല്ലാവർക്കും ഉള്ള മെസ്സേജാണ്. എല്ലാവർക്കും ഇനി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ സ്കൾക്കപ്പാണ്. പൂർണ്ണ ഡെഡിക്കേഷൻ തന്നെയാണ് നിങ്ങൾ ഈ സ്പിരിച്വൽ പാതയിൽ വേണ്ടത്. പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണമാണ് നിങ്ങൾക്ക് ഈ പാതയിലേക്ക് വേണ്ടത്. അത് ചെയ്യുക. പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കാതെ പ്ലേഫുള്ളായിട്ടിരിക്കാനാണ് റെഡ് ഡാഗിനി പറയുന്നത്. അതുപോലെ സ്നേഹത്തോടെ, ലവ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഓഫ് ഓൾ. എല്ലാം ചലിക്കുന്നത് സ്നേഹത്തിലൂടെയാണ്. സോ ആ സ്നേഹത്തോടു കൂടി തന്നെ ഇരിക്കാനാണ് പറയുന്നത്. അതേസമയം വജ്രവാരാഹി വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വേർഡ്സ് ഹാവ് ഗ്രേറ്റ് പവർ, യൂസ് ദം ഫോർ ദ ഗ്രേറ്റർ ഗുഡ്. അതായത് നിങ്ങളുടെ വാക്കുകളെ അത് നിങ്ങൾ നല്ലതിന് വേണ്ടി മാത്രം എടുക്കുക. മന്ത്രജപങ്ങൾ, എല്ലാ വാക്കുകളിലും മന്ത്രങ്ങളുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് വാക്കാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതാ നിങ്ങളിൽ തിരിച്ചെത്തുക. സോ വാക്കുകൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സണായ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും എല്ലാത്തിനെ പറ്റിയും പഠിച്ച് മനസ്സിലാക്കി മാത്രം ആ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുക. അല്ലാതെ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിഷയങ്ങളിലും നിങ്ങൾ ഇടപെടരുത്. ഓക്കെ, കൃത്യം പഠിച്ച് മാത്രം എല്ലാത്തിനെയും നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾക്കുള്ള മറ്റുള്ള റീഡിങ്സ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ്. ദേവി സരസ്വതി വന്നിട്ടുണ്ട്, ഗണേശൻ വന്നിട്ടുണ്ട്, മഹാലക്ഷ്മിയും വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 3 ഡേറ്റീസാണ് വന്നിട്ടുള്ളത്. വേറെയും ഉണ്ട്, 2-3 ഡേറ്റീസ് ഉണ്ട്. ദേവി സരസ്വതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ വേൾഡ്ലി ഡിസയേഴ്സ് അങ്ങനെ പലതും ഉണ്ടായിരിക്കും. പക്ഷേ സമ്പൂർണ്ണ സമർപ്പണം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡിവൈന് തന്നോളും. അതുപോലെ പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി സഞ്ചരിക്കണം എന്നാണ്. ഗണേശൻ പറയുന്നത് നിങ്ങൾ ജ്ഞാനമാർജിക്കണം. അതുപോലെ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്ന ആനയാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ ആ ഒരു ഫേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വലിയ, അത് ഗണേശൻ സർവ്വസിദ്ധികളുടെയും സർവ്വബുദ്ധികളുടെയും നാഥനാണ്. അപ്പം അങ്ങനെയുള്ള ഗണേശൻ ഇത്രയും വലിയ കാര്യങ്ങളുടെ ആ ഒരു നാഥനായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി വിനയമാണ്. അതായത് എത്ര വലിയ സ്റ്റേജിലെത്തിയാലും എളിമയാണ് നിങ്ങളെ രക്ഷിക്കുക. എളിമ, അല്ലാതെ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവമല്ല, പകരം നിങ്ങളുടെ എളിമ. ലക്ഷ്മി ദേവിയാണ്. അബണ്ടൻസ് ആണ് പറഞ്ഞത്. ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. സോ ഭുവനേശ്വരി ദേവി വന്നിട്ടുണ്ട്. ഇതിൽ പലരുടെയും പരദേവത ഭുവനേശ്വരി ആയിരിക്കും. സോ നിങ്ങളുടെ പരദേവതയെ, ഇതിപ്പം എല്ലാവർക്കും ഉള്ള റീഡിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ പരദേവതയെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കുടുംബദേവതയെ കൂടി നിങ്ങൾ പ്രീതിപ്പെടുത്തണം എന്നാണ് ഭുവനേശ്വരി പറയുന്നത്. അതുപോലെ എപ്പോഴും ഹാപ്പിനെസ്സോടെ ഇരിക്കാൻ വേണ്ടി സന്തോഷം വന്നിട്ടുണ്ട്. ഹനുമാനും വന്നിട്ടുണ്ട്. പലരുടെയും ഇഷ്ടദേവത ഹനുമാനായിട്ടാണ് ഇതിൽ കാണുന്നത്. സോ
ഹനുമാനും കൂടെ നിങ്ങളുടെ ഈ റീഡിങ്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ. സോ നേരത്തെ ഒരു കാർഡ് സ്കിപ്പായി പോയിരുന്നു. അതായത് അത് ഏത് കാർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്ന് പറയുന്ന ഒരു കാർഡാണ്. അത് ആക്ച്വലി നിങ്ങളുടെ ഈ റീഡിങ്ങിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഷഫിൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സോ അത് ആ ഒരു കാർഡിൻ്റെ എസൻസും കൂടെ പറയുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സെൽഫിനെ അറിയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സത്യത്തെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ ട്രൂത്തിനെയാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നിങ്ങൾ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. നിങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയുള്ള ധാരണ ലഭിച്ചോളും. ഓക്കെ. കാരണം ഏതൊരു വ്യക്തിയും ഒരു പ്രപഞ്ചമാണ്. നിങ്ങളും ഒരു പ്രപഞ്ചം തന്നെയാണ്. ഓക്കെ. സോ ഇന്നത്തെ റീഡിങ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഗ്രീൻ താര ദീക്ഷ നടക്കുന്നുണ്ട്. ഗ്രീൻ താര ദീക്ഷ വേണ്ടവർക്ക് അതിലേക്ക് വരാവുന്നതാണ്. പിന്നെ കുറേ നാൾ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു റിട്രീറ്റിലായിരുന്നു. ഗ്രീൻ താര റിട്രീറ്റിലായിരുന്നു. സോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഇനിയും പറ്റുന്നത്രയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിതിൽ റെസണേറ്റ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. അതുപോലെ ഗ്രീൻ താര ദീക്ഷ ആവശ്യമുള്ളവരും വാട്സപ്പ് ചെയ്യുക. ഓക്കെ. മാത്രമല്ല ഗ്രീൻ താര ദീക്ഷക്ക് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീസ് ഉണ്ടോയെന്ന്. ഫീസല്ല. അതായത് ഇതിനൊരു ഫീസ് പറയാൻ പറ്റില്ല. കാരണം ഇത് ദീക്ഷയാണ്. നമ്മൾ ടാരറ്റ് റീഡിങ്ങിന് ഉറപ്പായിട്ടൊരു ചാർജ് ഉണ്ടാവും. പക്ഷേ ഗ്രീൻ താര ദീക്ഷ പോലുള്ള ദേവതകളുടെ അത്രയധികം റെയറായിട്ട് മാത്രം ആൾക്കാർക്ക് കിട്ടുന്ന ആ ഒരു ദീക്ഷക്ക് ഒരിക്കലും ഫീസ് നിശ്ചയിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷേ കാർമിക് ഡെപ്റ്റിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണ നിശ്ചയിക്കാറുണ്ട്. പക്ഷെ അത് ഒരിക്കലൊരു പർട്ടിക്കുലർ ദക്ഷിണ പറയാറില്ല. പകരം നിങ്ങൾക്കാവുന്നത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ദക്ഷിണ മാത്രം നിങ്ങൾ തന്ന് ഈ ദീക്ഷ എടുത്താൽ മതി. ഗ്രീൻ താര ദീക്ഷ എടുത്താൽ മതി. അല്ലാതെ ഇതിനകത്ത് ഒരിക്കലും ഫിക്സഡ് ആയിട്ടൊന്നും പറയില്ല. ഓക്കെ. അത് കാരണം അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഒരു ദീക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദീക്ഷയ്ക്ക് ഒരിക്കലും ഫിക്സഡ് എമൗണ്ട് പറയരുത്. കാരണം ഓരോ ദേവതകൾ ഗ്രീൻ താര ദേവിയൊക്കെ വിലമതിക്കാനാവാത്തതാണ്. അങ്ങനെയുള്ള പരാശക്തിക്ക് വിലയിടാൻ നമ്മളൊന്നും ആരുമല്ല. ഓക്കെ. സോ നമ്മളവിടെ ദീക്ഷ ചെയ്യുന്നത് അതൊരു അറ്റ്യൂൺമെൻ്റ് ആണ്. അതിന് നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന ദക്ഷിണ മാത്രം അത് നിങ്ങൾ നൽകിയാൽ മതി. കാരണം കാർമിക് ഡെപ്റ്റ് ഇല്ലാതാവാൻ വേണ്ടി മാത്രമാണ് ദക്ഷിണ സ്വീകരിക്കുന്നത്. അത് ദക്ഷിണ നിർബന്ധമാണ്. കാരണം കാർമിക് ഡെപ്റ്റ് ഉണ്ടാവരുത്. അത്രയേ ഉള്ളൂ. സോ അത് നിങ്ങളുടെ ഹിതപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യയാണ് നിങ്ങൾ നൽകേണ്ടത്. അല്ലാതെ ഒരിക്കലും അതിനൊരു സ്ഥിരം ഫീസ് പറയില്ല. അത് തെറ്റാണ്. ഓക്കെ. സോ ഇത്രയാണ് റീഡിങ്സ്. നിങ്ങൾക്കിത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ എല്ലാവർക്കും നന്ദി. നമസ്കാരം.